മൈ ഗേൾ ഫ്രണ്ട് ഈസ് ദ മെൻ എന്ന ഡ്രാമയുടെ 10ാമത്തെ എപ്പിസോഡ് ആരംഭിക്കുന്നത് ജിയോൻ സ്ത്രീയായി മാറിയിരിക്കുന്നതും കാണിച്ചുകൊണ്ടാണ്. ഗ്രാൻഡ്പായെ നോക്കി കിടന്നുകൊണ്ട് ഓരോന്ന് സംസാരിക്കുമ്പോൾ വോയിസ് സോഫ്റ്റ് ആയതറിയുമ്പോഴാണ് താൻ വീണ്ടും സ്ത്രീയായി മാറിയിരിക്കുന്നത് ജിയോൻ അറിയുന്നത്. പുറത്ത് മിഞ്ചുവും യുഞ്ചയും സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ പുറത്തേക്ക് പോകാൻ ജിയോൻ തയ്യാറാവുകയാണ്. എന്നാൽ നേരത്തെ പുരുഷനായി മാറിയപ്പോൾ ഇട്ടിരുന്ന ഡ്രസ്സ് ഇട്ട് ഇറങ്ങിയാൽ മിഞ്ചുവിന് സംശയം തോന്നുമെന്ന് ഉറപ്പുള്ള ജിയോൻ ഗ്രാൻഡ്പായുടെ പഴയ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്നു. സോറി, ഞാൻ വരാൻ ഒരുപാട് ലേറ്റായി, ഞാൻ നിന്നെ ഒരുപാട് മിസ് ചെയ്തെന്ന് ജിയോൻ യുഞ്ചയോട് പറയുമ്പോൾ അവൻ വേഗം അവളെ അവിടെ നിന്നും കൊണ്ടുപോകുന്നു. എന്നാൽ പിന്നാലെ പോയി ഇതാരാണെന്ന് മിഞ്ചു ചോദിക്കുമ്പോൾ ഇതെന്റെ ഗേൾ ഫ്രണ്ട് ആണെന്ന് യുഞ്ചെ പറയുന്നുണ്ട്. എന്നാൽ മിഞ്ചുവിന് മൊത്തത്തിൽ സംശയമാണ്. നീ എന്തിനാണ് ജിഹൂണിന്റെ ഷൂ ഇട്ടിരിക്കുന്നത് എന്ന് അവൾ ചോദിക്കുന്നു. ജിഹൂൻ സ്ത്രീയായി മാറിയപ്പോൾ ജിഹൂൻ എന്നാണ് പേര് എല്ലാവരോടും പറഞ്ഞിരുന്നത്. എന്നാൽ ജിഹൂൻ സിയോളിലേക്ക് അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോയെന്നും ജിയൂൻ പെട്ടെന്ന് എൻ്റെ അടുത്തേക്ക് വന്ന കാരണം ജിഹൂണിന്റെ ഷൂ ഇട്ടതാണെന്നും പറഞ്ഞ് യുഞ്ചെ തടി തപ്പാൻ നോക്കുന്നുമുണ്ട്. അടുത്ത ദിവസം എല്ലാവരും നാട്ടിലേക്ക് പോകാൻ റെഡിയായി നിൽക്കുകയാണ്. എന്നാൽ മിഞ്ചു ഇപ്പോഴും ജിഹൂൻ എവിടെ, എന്താ പറയാതെ പോയെ എന്നൊക്കെ ഒരേ സംശയം പറയുന്നു. അക്കൂട്ടത്തിൽ മിന്നിനും മിഞ്ചുവിനും ഒഴികെ കാര്യങ്ങൾ അറിയാവുന്നതുകൊണ്ട് ഓരോന്ന് പറഞ്ഞ് തടി തപ്പുകയാണ് ബാക്കിയുള്ളവർ. ജിയോണും യുഞ്ചയും പിന്നെയേ നാട്ടിലേക്ക് തിരിച്ചു വരുന്നുള്ളൂ എന്ന് പറയുമ്പോൾ മിഞ്ചുവിന് അതൊട്ടും ഇഷ്ടമാകുന്നില്ല. എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ നീ സ്ത്രീ ആയിരിക്കുമ്പോൾ സുന്ദരിയും പുരുഷനായിരിക്കുമ്പോൾ സുന്ദരനുമാണെന്ന് പറഞ്ഞിരുന്നു ഗ്രാൻഡ്പ. നീ എങ്ങനെയായിരുന്നാലും സ്ട്രോങ് ആയിരിക്കണം എന്നാണ് ഗ്രാൻഡ്പ പറയുന്നത്. മിഞ്ചു നാട്ടിലെത്തിയ ഉടനെ തന്നെ ജിഹൂണിനെ ഫ്ലാറ്റിൽ പോയി നോക്കുന്നുണ്ട്. അങ്ങനെ ജിയൂണിനെ യുഞ്ചെ വീട്ടിൽ കൊണ്ടാക്കി വിട്ട് അകത്ത് കടക്കുമ്പോൾ അവിടെ മിഞ്ചു ജിഹ്യയോട് സംസാരിക്കുകയാണ്. നിനക്കെന്താ ഈ വീട്ടിൽ കാര്യമെന്ന് മിഞ്ചുവും നീ എന്തിനാ ഇവിടെ വന്നിരിക്കുന്നതെന്ന് ജിയോണും ചോദിക്കുന്നു. എന്നാൽ ജിയോൺ വീണ്ടും സ്ത്രീയായി മാറിയത് ഇപ്പോഴാണ് അറിയുന്നത്. ജിഹ്യയെ പറഞ്ഞുവിട്ട് അവർ തന്നെ ഇരുന്ന് സംസാരിക്കുകയാണ്. ഞാൻ ജിഹൂണിന്റെ കസിനാണെന്നും കുറച്ചുനാൾ ഇവിടെയാണ് താമസിക്കാൻ പോകുന്നതെന്നും പറയുന്നുണ്ട്. കൂടെ ജിഹ്യൂൻ പഠിക്കാനായി മറ്റൊരു രാജ്യത്തേക്ക് പോയെന്ന് പറയുമ്പോൾ ഓടി റൂമിൽ കയറി ഇതാ ജിഹ്യൂണിന്റെ സാധനങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടല്ലോ, എന്തേ അവൻ ഇതൊന്നും കൊണ്ടുപോകാത്തതെന്ന് മിഞ്ചു ചോദിക്കുന്നുമുണ്ട്. അവൻ ആവശ്യമുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ എന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് മിഞ്ചുവിനെ അവിടെ നിന്നും ഒരു വിധത്തിൽ പറഞ്ഞു വിടും. ഇവിടെ അനിയത്തിയോട് ഇനി മുതൽ ജിഹൂൻ നിനക്ക് ട്യൂഷൻ എടുക്കാൻ വരില്ല എന്ന് അമ്മയോട് പറയാൻ യുഞ്ചെ പറയുന്നത് കാണാം. ജിയോൻ സ്ത്രീ ആയെങ്കിലും പുരുഷനായിരിക്കുമ്പോൾ ഒരുപാട് നല്ല ഓർമ്മകൾ ലഭിച്ചു എന്ന് ആലോചിക്കുകയാണ് അവൾ. അടുത്ത ദിവസം ഗ്രാൻഡ്പ അയച്ച ഒരു പാഴ്സൽ ജിയോണിന് ലഭിക്കുന്നുണ്ട്. അതിൽ അവൾ ചോദിച്ച സംശയങ്ങൾക്കുള്ള മറുപടിയും കൂടെ ഗ്രാൻഡ്പ പുരുഷനാകുന്നതിന് മുൻപും അതിനുശേഷവുമുള്ള ഫോട്ടോസ് ആയിരുന്നു. കൂടെ യുഞ്ചയ്ക്ക് സ്കോളർഷിപ്പ് ലഭിച്ച US കോളേജിന്റെ ഡീറ്റെയിൽസും അവൾ നോക്കുന്നു. അടുത്ത ദിവസം ജിയോണും യുഞ്ചയും ഡേറ്റിന് പോവുകയാണ്. അവർ ഇത്ര നാളും മിസ് ചെയ്ത കാര്യങ്ങളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നു, പാട്ട് കേൾക്കുന്നു. അവസാനം നീ എനിക്ക് വേണ്ടി നിന്റെ ഇഷ്ടങ്ങൾ വേണ്ട എന്ന് വെക്കരുതെന്നു, നീ US പൊക്കോളൂ, നിന്റെ ഡ്രീം കോളേജ് ആയിരുന്നില്ലേ അത്, നീ അവിടെ പോയി പഠിക്കണം, ഞാൻ നിന്നെ എന്നും കോൾ ചെയ്യാം, ഇടയ്ക്ക് വന്ന് മീറ്റ് ചെയ്യാം എന്നെല്ലാം ജിയോൺ പറയുന്നുണ്ട്. അവൻ അതെല്ലാം കേട്ട് കഴിഞ്ഞ് യുഞ്ചെ അവർ ആദ്യം യാത്ര പോകാൻ നേരം ജിയോണിന് വേണ്ടി വാങ്ങിവെച്ച ഗിഫ്റ്റ് അവൾക്ക് നൽകുന്നു. ഇതേ സമയം ജിഹയുടെ സ്കൂൾ ഫ്രണ്ട് യോങ് സിയോക്ക് യുഞ്ചയുടെ കഫേ ഓണർ ജിയോങ് ജായെ കാണാൻ വന്നിരിക്കുകയാണ്. ഇത്ര നാളും കൂടെ നിന്നതിന് നന്ദി പറഞ്ഞു. ഞാൻ സ്റ്റഡീസിൽ ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് ഇപ്പോൾ പ്രണയത്തിൽ താല്പര്യമില്ല എന്നും യോങ് സിയോക്ക് പറയുന്നു. അങ്ങനെ അവരുടെ റിലേഷൻഷിപ്പ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ആദ്യം മുതൽ ജിയോങ് ജാം മാത്രമാണ് അവനെ ഇഷ്ടപ്പെട്ടിരുന്നത്. അവൻ ഇതുവരെയും അവളെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. യുഞ്ചി വീട്ടിലേക്ക് വരുമ്പോൾ അവന് യൂണിവേഴ്സിറ്റിയിൽ സ്കോളർഷിപ്പ് ലഭിച്ചത് മാതാപിതാക്കൾ അറിയുന്നു. അവർ ഒരുപാട് സന്തോഷത്തിലാണ്. പക്ഷെ യുഞ്ചി അങ്ങോട്ട് പോകണമെന്ന് ഇതുവരെ ആയിട്ടും തീരുമാനിച്ചിട്ടുമില്ല. യോങ് സിയോക്ക് നേരെ വരുന്നത് ജിഹയെ കാണാനാണ്. അവൾ അവനോട് അവളുടെ ഇഷ്ടം തുറന്നു പറയുമ്പോൾ ഞാൻ നിന്നെ എൻ്റെ നല്ല സുഹൃത്തായി മാത്രമാണ് ഇത്ര നാൾ കണ്ടിരുന്നതെന്നും ഇനിയും അങ്ങനെ തന്നെ മതിയെന്നും പറയുകയാണ് യോങ് സിയോക്ക്. അവളും അത് സന്തോഷത്തോടെ അംഗീകരിക്കുന്നു. എന്നാൽ വീട്ടിലെത്തി യോങ് സിയോക്ക് റിജക്റ്റ് ചെയ്ത വിഷമത്തിൽ കുടിച്ച് ബോധം പോയി കരയുകയാണ് ജിഹ്യ. മിഞ്ചയും അവളുടെ കൂടെ കൂടുന്നുണ്ട്. കാരണം ജിയോനും യുഞ്ചയും വീണ്ടും ഒന്നായ വിഷമത്തിൽ. ബോധമില്ലാതെ ഇരിക്കുന്ന നേരം ജിയോനും ജിഹൂനും ഒരാൾ തന്നെയാണെന്ന് ജിഹ്യ വിളിച്ചു പറയുന്നത് മിഞ്ചു കേൾക്കുന്നുമുണ്ട്. എന്നാൽ അത് ഒരിക്കലും നടക്കില്ല എന്ന് തിരിച്ച് മറുപടി പറയുകയാണ് മിഞ്ചു. എന്നാൽ ഇത് കണ്ടു വരികയാണ് ജിയോൻ. വേഗം തന്നെ ജിഹ്യയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവർ പോയി കഴിയുമ്പോൾ ജിഹ്യ പറഞ്ഞത് സത്യമാണോ എന്ന് ഒരു സംശയം മിഞ്ചുവിന് തോന്നുന്നുണ്ട്. കാരണം ജിയൂൻ ഉള്ളപ്പോൾ ജിഹ്യൂൻ ഇല്ല, ജിഹ്യൂൻ വന്നാൽ ജിയൂൻ പോവും. അവൾ നേരെ ജിയൂണിനെ കാണാൻ പോയി. ജിഹ്യ എന്നോട് എല്ലാം പറഞ്ഞെന്ന് പറയുന്നു.
അവൾ കുടിച്ചു ബോധമില്ലാതെ ഓരോന്ന് പറഞ്ഞതാണെന്ന് ജിയോൺ പറയുന്നുണ്ടെങ്കിൽ അവസാനം അത് അടിയിൽ കലാശിക്കുന്നു. അടുത്ത ദിവസം ഈ കാര്യം അറിഞ്ഞ് യുൻജെ കാണാൻ വരുന്നുണ്ട്. ഗേൾസ് അല്ലേ, അങ്ങനെ വഴക്കൊക്കെ ഉണ്ടായെന്ന് വരും, അത് കാര്യമാക്കണ്ട എന്ന് ജിയോൺ പറയുന്നുണ്ട്. യുൻജയെ ബസ് കയറ്റിവിട്ട് തിരിച്ചു വരുന്ന ജിയോൺ കാണുന്നത് മിഞ്ചുവിനെ ശല്യം ചെയ്തു നിൽക്കുന്ന സീനിയറിനെയാണ്. അന്നത്തെ പോലെ അവന് 2 അടിയും കൊടുത്ത് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ജിയോൺ അവളെ അവിടെ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ജിയോണിന്റെ പ്രവൃത്തികൾ ശരിക്കും ജിഹ്യൂണിന്റെ പോലെ തന്നെ തോന്നുകയാണ് മിഞ്ചുവിന്. അവളുടെ സംശയം കൂടി വന്നു. ഈ സംശയങ്ങളെല്ലാം തന്നെ മിഞ്ചു ജിയോണിനോട് ചോദിച്ചിട്ട് ഫോൺ എടുത്തു ജിഹ്യൂണിനെ വിളിക്കുകയാണ്. ജിയോണാകട്ടെ കോൾ കട്ടാക്കിക്കൊണ്ടേയിരുന്നു. അവസാനം നിവൃത്തിയില്ലാതെ അതെ, ഞാൻ തന്നെയാണ് ജിഹ്യൂൺ, ഞാൻ തന്നെയാണ് ജിയോൺ എന്ന് അവൾ മിഞ്ചുവിനോട് തുറന്നു പറയുന്നതിലൂടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനലിൽ ദ വിന്നിംഗ് ട്രൈ എന്ന സ്പോർട് ഡ്രാമ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഓൺഗോയിങ് ഡ്രാമയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് തീർച്ചയാണ്. ആ ഡ്രാമ കൂടി കണ്ട് നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടുതൽ ഡ്രാമകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്.